ഹായ്, വെൽക്കം ടു സുമി ടോക്കീസ്. ദൃശ്യം 3 കണ്ടു. അൺഡൗട്ടഡ്ലി പറയാൻ പറ്റുന്ന ഒരു കാര്യം ആദ്യമേ പറയാം. ആഹ് ഇത് ഈ ഫ്രാഞ്ചൈസിന്റെ പാർട്ട് 3യിലും മോഹൻലാൽ എങ്ങനെയാണ് ജോർജ് കുട്ടീനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണത്. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സൊക്കെ നിറഞ്ഞു പോയി കേട്ടോ. ഒരു ഒരു ഇഞ്ച് പോലും ഡ്രോപ്പ് ഇല്ല. ആ ക്യാരക്ടറിനെ ഒന്നും കൂടി ഒന്ന് ഇന്റൻസിഫൈ ചെയ്തിരിക്കുകയാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മോഹൻലാൽ തന്നെയാണ്. മാത്രമല്ല, ഞാ ആരാണ് ഈ സിനിമേനെ ദൃശ്യം 3നെ ഷോൾഡർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹൻലാൽ മാത്രമാണ്. വേറെ ആർക്കും ആ ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷവും സാറ്റിസ്ഫാക്ഷൻ. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, സിനിമ വളരെ ആവറേജ് ആണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇതിൻ്റെ ത്രില്ലർ സ്വഭാവമൊക്കെ പോയിട്ട് ഒരു ഫാമിലി ഡ്രാമയുടെ ഷെയ്ഡിലേക്ക് സിനിമ കയറിയിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വളരെ ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് സിനിമയ്ക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്ലോട്ടും വെച്ച് സിനിമ ഇങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്നൊരു വൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇതിൽ ഒരു മെയിൻ പ്ലോട്ടിൽ വരുന്നത് ജോർജ് കുട്ടിയും ഫാമിലി ഇങ്ങനെ സമാധാനപരമായി സന്തോഷകരമായിട്ടൊക്കെ ജീവിക്കുന്നു. മാത്രമല്ല, ജോർജ് കുട്ടി കുറച്ചും കൂടി റിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇനി അങ്ങോട്ട് അത് ഇഷ്ടപ്പെടാത്ത, അല്ലെ, അത് ദഹിക്കാത്ത ഒരു ആൾക്കാർ അപ്പുറത്തുണ്ടല്ലോ. അപ്പോൾ അവർ തന്നെയാണ് ഇതിൻ്റെ ഒരു സംഭവങ്ങൾ, അതായത് ഈ സിനിമയിലെ ഒരു പ്ലോട്ടിനെ ഡ്രൈവ് ചെയ്യുന്നത്. അതൊരു പാരലൽ പ്ലോട്ടായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലൊന്നും നമുക്ക് അതങ്ങോട്ട് ഫീലൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും അത് കുറച്ച് കോൾഡായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും നമ്മളൊരു ആൻസൈറ്റിയോ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഒന്നും ബിൽഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ, അതായത് ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം ഇൻ്റർവെൽ പഞ്ച് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. എനിക്ക് അങ്ങനെ ഒരു പഞ്ചും തോന്നിയില്ല കേട്ടോ. സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൽ ബിൽഡ് ചെയ്യുന്ന ഈ സംഭവങ്ങളൊക്കെ ഒന്നും കൂടി ടൈറ്റൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അവസാനത്തെ ഒരു സംഭവങ്ങളൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് സത്യത്തിൽ അത് ലൂസാവുക ചെയ്യുന്നത്. ഒരു കാര്യം ഇതിൽ സ്റ്റേ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ജോർജ് കുട്ടിക്കെതിരെ. അതൊക്കെ വളരെ എന്താ പറയുക, ജീത്തു ചെയ്തിരിക്കുന്നത് കുറേ ലോജിക്കൽ ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ഓഡിയൻസിന് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ, റീവാച്ചൊക്കെ കണ്ട് നമുക്ക് കോംപ്ലക്സിറ്റികളൊക്കെ ഒന്ന് ഇതാക്കണം, അനലൈസ് ചെയ്ത് മനസ്സിലാക്കണം. അങ്ങനെയല്ല, ഗിമ്മിക്കാണ്. അതായത് നമ്മൾ പറയില്ലേ, ശരിക്കും ഒരു ഗിമ്മിക്ക് കാണിച്ച് കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ കാണിച്ച് ഒരു ത്രില്ലർ സ്വഭാവം സിനിമയ്ക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിലത്ര വലിയ ത്രില്ലൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിൽ ജോർജ് കുട്ടീനെ കണക്ട് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ദൃശ്യം 1, 2, 3 അല്ലേ, നമുക്ക് വേറൊരു ഹീറോ ഇല്ല ദൃശ്യത്തിൽ. അപ്പോൾ ജോർജ് കുട്ടിയുടെ ആ ഒരു ഫാമിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് വരുമ്പോൾ വരുന്ന ഇൻ്റലിജൻസ്, ആ ക്രിമിനൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ഇതിലും ഈ ഒരു പോർഷനിൽ ഷാർപ്പായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാത്ത സൈഡിലൊന്നും നമുക്ക് ഒരു ത്രില്ലും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സസ്പെൻസോ എന്തെങ്കിലും നമുക്ക് ഒരു മിസ്റ്ററി ഫീൽ ചെയ്യോ അങ്ങനെയൊന്നും സിനിമയ്ക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലൊക്കെ സിനിമ കുറച്ചും കൂടി ഒന്ന് എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നി സെക്കൻഡ് ഹാഫ് കുറച്ച് കഴിയുമ്പോഴാണ് ഒന്നിങ്ങനെ തിക്കായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ ഏറ്റവും കൂടുതൽ ആ സമയത്ത് കുറച്ച് ഈ പ്ലോട്ട് ബിൽഡ് ചെയ്യുന്ന സമയത്ത് വരുന്നത് നമ്മളുടെ മുരളി ഗോപിയും, ഒബ്വിയസ്ലി സിദ്ദിഖ് വരാതിരിക്കില്ലല്ലോ, സിദ്ദിഖും ഒക്കെയാണ്. അപ്പോൾ സിദ്ദിഖും മുരളി ഗോപിയും തമ്മിലുള്ള കോൺവെർസേഷൻസ് കേൾക്കുമ്പോഴാണ് ഈ സിനിമയിൽ വേറൊരു പ്രശ്നം, അത് ഭയങ്കര ഒരു ലൂപ്പ് ഹോളായിട്ട് തോന്നി. അങ്ങനെ ഒരു സംഭവം സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ് അത് ചെയ്യാന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. അത് കുറച്ചും കൂടി ഒരു നന്നാക്കി ചെയ്യാവുന്ന പോർഷൻസ് ആയിരുന്നു. ഒന്നൊരു തോട്ട് പ്രോസസ്സ് കൊടുത്തിരുന്നെങ്കിൽ. പക്ഷെ അത് ഒട്ടും നന്നായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇനി നമുക്ക് ഇതിൽ ആക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ബാക്കിയുള്ള ആക്ടേഴ്സ് മോഹൻലാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പഴയ ഇതിൽ 2ലേക്ക് ആളുകൾ വരുന്നുണ്ട്. വളരെ കുറച്ച് പുതിയ ആക്ടേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് സ്റ്റോറിയുടെ. അല്ലാതെ അവർക്കൊന്നും വലിയ ഇംപ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല.
ഇതിൽ ഷാജോൺ ഒരു ഷാജോൺ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ കണ്ണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ സിനിമകളൊക്കെ ഈ ഇത്രയും റെഡിഷ് ആയിട്ടൊക്കെ കണ്ണ് വെക്കുന്നത് ഞാൻ പഴയ സിനിമകളിലാണ് കണ്ടിട്ടുള്ളത്. അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഷാജോണിന് അത്ര നാച്ചുറലായിട്ട് തോന്നിയില്ല ആ റോളിൽ. ഇർഷാദ് അലി ഉണ്ട്, ഇർഷാദ് അലിയുടെ റോള് കൊള്ളാം. പിന്നെ സിദ്ദീഖൊന്നും നമുക്ക് പറയണ്ടല്ലോ, ആസ് യൂഷ്വൽ ഒരു നല്ല ഇതിൽ തന്നെയാണ്. മുരളി ഗോപിയും ഓക്കെയാണ്, ഒരു ഒരു വെൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഒരു പോലീസ് ഓഫീസറാണ്. പിന്നെ ശാന്തി ഉണ്ട്. എനിക്ക് ശാന്തിനെ ഇഷ്ടമാണ് കേട്ടോ, സ്ക്രീനിൽ കാണാനും കോസ്റ്റ്യൂംസ് ആയാലും അപ്പിയറൻസ് ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു റിഫൈൻഡ് ഒരു ഒരു അഡ്വക്കേറ്റ് റോളിൽ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ടും നമുക്ക് അൻസിബയുടെ കാര്യം പറയുകയാണെങ്കിൽ, അൻസിബ ഇതിലൊരു ക്രൂഷ്യൽ ക്യാരക്ടറാണല്ലോ. അപ്പോൾ അൻസിബേനെ എനിക്കൊരു സ്വതവേ ഒരു കോൾഡ് പ്രൊഫൈലിലാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ക്രിട്ടിക്കൽ ആസ്പെക്റ്റിൽ ഒക്കെ സീനുകളിൽ അഭിനയിക്കേണ്ട ഒരു സമയം വരുന്ന സമയത്ത് ടുവേർഡ്സ് ലാസ്റ്റ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അൻസിബയുടെ ആക്ടിങ്. എന്തോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തു. കുറച്ചും കൂടി ബെറ്ററായി തോന്നിയത് എസ്തറാണ്. എസ്തർ ഇതിലൊരു ജെൻസി ക്യാരക്ടർ ആയിട്ടുണ്ട്. എസ്തറൊക്കെ വളർന്നല്ലോ, ക്യാരക്ടർ വളർന്നു. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് റാണിനെ പറയാതിരിക്കാൻ പറ്റുമോ? റാണി സെയിം തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. കുട്ടികളൊക്കെ വളർന്നതിൻ്റെ കുറച്ച് അതോറിറ്റിയൊക്കെ കൂടിയിട്ടുണ്ട്. കുറച്ച് കൂടുതലൊന്ന് പ്രേമിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ജോർജ് കുട്ടി എന്നെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമ്മളങ്ങ് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു മോഹൻലാലിനെ പോലെ തന്നെയാണ് കേട്ടോ മീനിയും ആ ഒരു ക്യാരക്ടർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഇവരൊക്കെ എന്താ പറയുക, ഒരു അത്ര വലിയ ഒരു പോർഷൻസ് ഒന്നുമില്ല. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഈ ഫാമിലി ഡ്രാമയുടെ ഒരു ഇത് കൂടി വരുന്ന പോലെയൊക്കെ തോന്നും പല ആസ്പെക്റ്റിലും സിനിമ ഇങ്ങനെ കാണിക്കുമ്പോൾ. അതൊക്കെ ചില സമയത്തൊക്കെ അൺവാണ്ടഡ് അല്ലേ, ഇതൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു ഇതുപോലൊരു സിനിമയിൽ നിന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ സിനിമ വാച്ചബിൾ അല്ലെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ആ ഒരു ടൈറ്റ് സ്വഭാവങ്ങളൊന്നും, ഒരു ത്രില്ലറിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി, ത്രില്ലർ മൂഡൊന്നും നമുക്ക് സിനിമ കാണുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവസാനം വരെ ഈ മോഹൻലാൽ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് നമുക്ക് സിനിമ കണ്ടിരിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. ലാസ്റ്റ് ഒക്കെ സിനിമ എന്താണ് ലാസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചൊരു ക്യാരക്ടർ ആകെ 2 ഷോട്ടിലേ വരുന്നുള്ളൂ. അത് നമ്മുടെ ഗീത പ്രഭാകരനാണ്. അപ്പോൾ മൂപ്പർക്ക് അല്ലേ ഒരു റോള് ഭയങ്കരമായിട്ട് ഉള്ളതല്ലേ ശരിക്കും ദൃശ്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൃശ്യം 3 വഴി ഫ്രാഞ്ചൈസ് അവസാനിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഗീതാ പ്രഭാകരൻ അങ്ങനെ നമുക്ക് വിട്ടുകളയാൻ പറ്റും. ആശാ ശരത്ത് ആ ഒരു ഷോട്ടിൽ വരുന്നത് ആണ് ഈ സിനിമയുടെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം പറയാം, ജീത്തു അങ്ങനെ ഒരു 3 കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ദൃശ്യം 3യുടെ ഒരു ഒരു റിവ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഈ സിനിമയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലും അവസാനത്തിലും എനിക്ക് മോഹൻലാലിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് വേറെ ഒന്നും ഈ സിനിമയെ കുറിച്ചിട്ട് നോട്ടബിളായിട്ട് പറയാനില്ല. എന്തായാലും അടുത്തതൊക്കെ എന്താ ആവുമോ എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താ ഇങ്ങനെ ആയിരിക്കും ഇതൊക്കെ ഇനി ഫ്രെയിം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല. നമുക്ക് നോക്കാം. നമുക്ക് വേറൊരു സിനിമയൊക്കെ ആയിട്ട് അടുത്തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.